ട്രെയിനിലാണ് പോകുന്നത്. എല്ലാ പ്രാവശ്യവും ട്രെയിനിലാണ് പോകുന്നത്, കാറിലാണ്. ഞാൻ ആദ്യമേ തന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാം. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ലോണാവാല തൊട്ട് മുംബൈ വരെയുള്ള ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. റോഡും വഴികളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനങ്ങ് ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണ്. അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കത്തില്ലേ ഇതെന്ത് റോഡ് മാത്രം കാണിക്കുമെന്നോന്ന്. അങ്ങനെ കാണാനും ഇഷ്ടമുള്ളവരും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത്. എനിക്കിങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇത് കണക്കുള്ള വീഡിയോകൾ കാണാനും ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കുമെന്ന്. ഇപ്പോൾ ഈ പോകുന്നത് നമ്മളൊരു ടണലിലേക്ക് കയറുവാണ്. ലോണാവാല എന്ന് പറയുന്നതേ ഒരു മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ പണ്ട് ഉള്ള ആൾക്കാർ, അതായത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ടണലുകളാണിത്. അതായത് മല തുരന്നിട്ട് അതിനകത്തൂടെ റോഡുണ്ടാക്കി. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ എറണാകുളത്തൊക്കെ ഉണ്ട് കുതിര അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു ടണലുണ്ട്. വലിയൊരു ടണലാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടണലാണ്. ഇവിടെ ഒത്തിരി ടണലുകളുണ്ട്. നമ്മളിപ്പോൾ റോഡ് മാർഗം പൂനെന്ന് മുംബൈയിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഒരു 3 ടണലെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരെണ്ണം ഒരു വലിയൊരു ടണലാണ്. ഇത് വളരെ ചെറിയൊരു ടണലായിരുന്നു. അപ്പോൾ അതിനകത്തൂടെ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത്. പോകുമ്പോൾ കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ഇതാണ്. കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ 2 സൈഡിനും വളരെ അഗാധ കുഴികളും മലകളും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നല്ല ഭംഗിയാണ്. അതേ കണക്ക് തന്നെ ക്ലൈമറ്റും. ഇപ്പം മുംബൈയിലൊക്കെ ഭയങ്കര ചൂടാണ്, പക്ഷേ ഇവിടെ ചൂടില്ല. മലയുടെ മുകളിൽ കയറി, അതുകൊണ്ടാണ് ചെവിയെല്ലാം അടഞ്ഞത്. മലയുടെ മുകളിൽ കൂടെ അപ്പം പോകും. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലമല്ലേ ഈ ലോണാവാല എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ മുംബൈയൊക്കെ അപേക്ഷിച്ച് സമുദ്രനിരപ്പിൽ നിന്നും കുറേ ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും നമ്മുടെ ചെവികളെല്ലാം അടയും. നമുക്ക് പിന്നെ ഒന്നും ഇങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല. ഒരു മൂളൽ മാത്രമേ ചെവിക്കകത്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞത് ചെവിയെല്ലാം അടഞ്ഞെന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് വന്നത് എന്തുവായിരുന്നു? അയ്യോ, മറന്നുപോയി. നമ്മുടെ ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ചും ചൂടിനെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ട് വന്നത്. മുംബൈയിൽ ഭയങ്കര ചൂടാണ്, പക്ഷേ ഇവിടെ ചൂടേ ഇല്ല. നല്ല തണുപ്പാണ്. ഇപ്പം നല്ല തണുപ്പായി കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര തണുപ്പായി. പക്ഷേ മുംബൈയിലെങ്ങും ഇത്രയും വലിയ തണുപ്പില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ പോകുന്ന സമയത്ത് മുംബൈയിൽ അതിശക്തമായിട്ടുള്ള ചൂടാണ്. പക്ഷേ ഞങ്ങളുടെ ലോണാവാലയിൽ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഇത് നമ്മുടെ മുംബൈയിലേക്ക് പോകുമ്പോൾ ലോണാവാല കഴിഞ്ഞിട്ടുള്ള ഒരു എന്തായാലും പറയുന്നത് ടോളാണിത്. എല്ലാം ഒരുപാട് ട്രക്കുകളാണ്. ഇപ്പോൾ ഈ മുംബൈ പൂനെ മെയിൻ ഹൈവേ അല്ലയോ ഇത്. ഞങ്ങൾ മെയിൻ ഹൈവേ കൂടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ട്രക്കുകൾ പോകുന്നത് കാണുന്നത്. വളരെ വലിയ വലിയ ട്രക്കുകളാണ് പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യേണ്ട ഒരിതാണ്. കാരണം നമ്മൾ അടുക്ക കൂടെയൊക്കെ ഇങ്ങനെ ട്രക്കുകളൊക്കെ പോകുമ്പോഴത്തേനും നമ്മളതിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രക്കിൻ്റെ മുകളിലത്തെ വശം കാണാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ഹൈറ്റാണ് ഓരോരോ റോഡിൻ്റെ നടുക്കെല്ലാം ഇങ്ങനെ ഒരു ചെടി പൂത്ത് കിടക്കുന്നു. നമുക്ക് റോഡിൻ്റെ നടുക്കായത് എന്ത് ചെടിയാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തുവായാലും ചെടികളാണ്. എല്ലാത്തിലും പൂക്കളും ഉണ്ട്. അപ്പുറത്തെ സൈഡ് റോഡാണ്. നമ്മുടെ ഒരു വെള്ള കളറിൽ കാണുന്ന ചെമ്പകം കൂട്ടൊക്കെ ഉണ്ട്. ചെമ്പകം അല്ലാന്ന് തോന്നുന്നു. എന്തുവായാലും നല്ല ഭംഗിയുണ്ട്. നിറച്ചു പൂവുണ്ട്. ആ
ആരും തെറ്റിദ്ധരിക്കരുത്, രാത്രിയായില്ല. നമ്മളിപ്പോൾ ടണലിനകത്തൂടെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ലൈറ്റും ഇരുട്ടും കാണുന്നത്. ടണലിനകത്ത് എല്ലാവർക്കും ട്രെയിനിലൊക്കെ ചിലവർ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ദൂരെ ഇരുട്ടാണെന്നറിയോ ഈ ടണലിനകത്ത് കയറുമ്പോഴത്തേന്. ദേ മുന്നിലൊരു വെളിച്ചം കാണുന്ന കണ്ടോ? പകലാണിപ്പം, രാത്രിയല്ല. നല്ല രസമാണ് ഇങ്ങനെ വെളിയിലേക്ക് നോക്കിയിരിക്കാനെ കൊണ്ട് ഈ ടണലിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ. സാഹിത്യമൊക്കെ ഓർമ്മ വരുന്നു. കുറേ ഇരുണ്ട് മൂടിയ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതം ദേ ഒരു വെളിച്ചത്തിലേക്ക് പോകുന്നു. സാഹിത്യമാണേ. അങ്ങനെ പിന്നെയും നമ്മൾ നല്ല വെട്ടത്തെത്തി. റോഡ് എക്സ്പ്രസ് ഹൈവേ ആണ്, അതുകൊണ്ട് നല്ല ഭംഗിയുള്ള റോഡാണ്. റോഡിൽ മൊത്തം മുമ്പാണോന്നറിയാൻ വയ്യ. എക്സ്പ്രസ് ഹൈവേ കൂടെ ഈരട്ട് ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എക്സ്പ്രസ് ഹൈവേ ഭയങ്കര നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡ് ഇതൊരു ബ്രിഡ്ജാണ്. അതായത് പനവേൽ തൊട്ട് മുംബൈ വരെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. രാംസേതു ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ബ്രിഡ്ജിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര വളരെ എളുപ്പമാക്കാൻ പറ്റും. അതേ കണക്ക് തന്നെ അത് കാണാനായിട്ട് ഏതോ നമ്മളൊരു ഫോറിൻ കൺട്രിയിലെ റോഡിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ് ഈ ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതിനകത്തൂടെ പോകുമ്പോഴത്തേനും നമുക്ക് ഷോർട്ട് കട്ടാണ്. നമുക്ക് ഏതാണ്ട് 1.5 മണിക്കൂറാണ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൂനെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മുംബൈയിലേക്ക് ഒരുപാട് ചുറ്റി കറങ്ങിയാണ് പോകേണ്ടത്. ഇപ്പോൾ അതിനെയും കാട്ടി നമുക്ക് 1.5 മണിക്കൂർ നമ്മൾ ലാഭിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ മുംബൈയിലെത്തിയത്. പനവേലിൽ നിന്ന് ഡയറക്റ്റ് മുംബൈയിലേക്കാണ് ഈ ബ്രിഡ്ജ് പോകുന്നത്. അത് കുറേ വർഷങ്ങളെടുത്തിട്ടാണ് പണി തീർത്തത്. ഈ ബ്രിഡ്ജ് ഭയങ്കര ഫേമസായി. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വന്നിട്ടൊക്കെയാണ് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. വളരെ വളരെ നല്ല സൗകര്യമുള്ള ഒരു ബ്രിഡ്ജാണ്. അതേ കണക്ക് തന്നെ വളരെയധികം സമയവും നമുക്ക് ലാഭിക്കാൻ പറ്റും. നമുക്കൊക്കെ നല്ലതാണ്. കാരണം നമ്മൾ പൂനെന്ന് വരുമല്ലേ, പൂനെന്നൊക്കെ വരുന്നവർക്ക് വളരെ നല്ല ഒരു വഴിയാണിത്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എത്താം. നമ്മൾ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ വഴി കൂടെ പോയതുകൊണ്ട് നമുക്ക് എത്താൻ പറ്റി. നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും നമ്മൾ ഒരുപാട് നേരത്തെ നമ്മൾ മുംബൈയിലെത്തി. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇല്ല വളഞ്ഞ് മൂക്കി പിടിക്കുന്ന കണക്കാ നമ്മൾ പൂനെന്ന് മുംബൈ വരെ എത്തുമ്പോഴത്തേന്. ഇതിപ്പം നമ്മൾ ഡയറക്റ്റ് അങ്ങ് ഷോർട്ട് കട്ടിലൂടെ അങ്ങ് മുംബൈയിലേക്ക് ചാടി. അത് കണക്ക് ഇത് സമുദ്രത്തിൻ്റെ മേളിൽ കൂടെ ഈ ബ്രിഡ്ജെന്ന് ഓർക്കണം. ഇപ്പം നമ്മൾ ഈ പോകുന്നതിൻ്റെ 2 സൈഡിനും കടലിൻ്റെ മേളിൽ കൂടെ ഉള്ള ബ്രിഡ്ജാണ് ഈ ഇത്. അതുകൊണ്ടാണ് അതിൻ്റെ 2 സൈഡിനും ഇങ്ങനെ ആകാശം മാത്രം കാണുന്നത്. കടലിൻ്റെ നടുക്കൂടെ പോകുന്നത് കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നോ. നമുക്ക് ഈ ഒരു യാത്ര നമുക്ക് ഒട്ടും ബോറടിക്കുകയില്ല. നമുക്ക് വളരെ ആസ്വദിച്ച് പോവാം. ഇങ്ങനെ റോഡും അതേ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫോറിൻ ഏതോ ഒരു കൺട്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന കണക്കുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. അതേ കണക്ക് നല്ല തണുപ്പുമാണ്. കടലിൻ്റെ നടുക്കൂടെയല്ലേ, അതുകൊണ്ട് ആ ഒരു ചൂട് അധികമായിട്ട് അടിക്കത്തില്ല. എന്തുമായാലും വളരെ എൻജോയ് ചെയ്ത് നമുക്ക് മുംബൈക്ക് പോകാൻ പറ്റും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. ഞങ്ങൾ റോഡിൽ കൂടെ അല്ലല്ല, നേരത്തെ 2-3 പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്. എന്നാലും ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ പോകുന്നത് ആദ്യമായിട്ടാണ്. നോക്കൂ, റോഡ് എന്താ പണിത് ഇട്ടേക്കുന്നത്, സൂപ്പറാ. ഞാൻ പറഞ്ഞ ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എങ്ങനെയാണ് ബ്രിഡ്ജ്, എങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
വളരെ കടലിൻ്റെ നടുക്കൂടെ ഒരു എത്ര ഫ്ലൈ ഓവറാന്ന് നോക്ക്, അതിലിങ്ങോട്ടും ഇങ്ങോട്ടും അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ. എന്തായാലും മുംബൈക്ക് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു അച്ചീവാണ് ഈ ഒരു ബ്രിഡ്ജും ഫ്ലൈ ഓവറുകളും. ഇപ്പം നമ്മൾ എത്തി മുംബൈയിൽ. ഇത് പഴയ മുംബൈയാണ്, അതായത് നമ്മുടെ കടകളെല്ലാം പഴയ കടകളൊക്കെ ആയിട്ടുള്ള ഒരു മുംബൈയാണ്. ആൾക്കാർ ഇങ്ങനെ പോകുന്നത്, ഇത് ഒരുപാട് വ്യവസായ സ്ഥലമൊക്കെ ഉള്ള സ്ഥലമാണിത്. ആൾക്കാരെല്ലാം, ഇത് റെയിൽവേ സ്റ്റേഷൻ അടുക്കലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ നടന്നു പോകുന്നത്. ട്രെയിൻ ഇറങ്ങിയിട്ട് ആൾക്കാരിങ്ങനെ നടന്നു പോവുക. അതായത് നമ്മുടെ മുംബൈയുടെ ഒരു പഴയ തെരുവാണ് ഈ കാണുന്നത്. ഇങ്ങനെ ആൾക്കാർ നടന്നു പോകുന്നത് പതിവാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒരേ സൈഡിൽ കൂടെ ഇങ്ങനെ പോകണം. തിരിച്ച് വരുന്നത് അപ്പുറത്തെ സൈഡിൽ കൂടെ, ഈ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോയി. ആരെങ്കിലും തിരിച്ച് വരാൻ ശ്രമിച്ചാലുണ്ടല്ലോ പറ്റില്ല, കാരണം എല്ലാവരും ഒരേ സൈഡിലോട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തിരിച്ച് നടക്കാൻ പറ്റില്ല. അതായത് അവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പറ്റില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കടകളൊക്കെ കാണാനും കണ്ടിട്ടില്ലേ, വളരെ പഴക്കമുള്ള കടകളൊക്കെയാണ്. അത് കണക്ക് ഓരോരുത്തർ ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോകുന്ന നോക്കിയാണ്. ഇങ്ങനെ വലിയ വലിയ സാധനങ്ങൾ കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ ഇതേ നോക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഒരാൾ നിന്നിട്ട് വലിക്കും, എന്നിട്ട് അതിൻ്റെ പുറകിൽ ഒരാൾ നിന്നിട്ട് ഒന്ന് തള്ളി കൊടുക്കും. എന്തോ ഒരു കഷ്ടപ്പാടല്ലേ നോക്ക്. അതിങ്ങനെ നമ്മുടെ തോളയിൽ കൂടെ ഒരു ബെൽറ്റ് കണക്കൊരു സാധനം ഇടും, എന്നിട്ട് അതങ്ങനെ ഇട്ടിട്ടാണ് അത് വലിച്ചുകൊണ്ട് പോകുന്നത്. എന്തൊരു കഷ്ടപ്പാടാണ്. കഷ്ടം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് എത്രയോ ആൾക്കാർ ഏതെല്ലാം തരത്തിലാണ് ജീവിക്കുന്നത്. അത് പിന്നെ മുംബൈയിൽ വരണം മനുഷ്യർ ജീവിക്കുന്നത് കാണണമെങ്കിൽ. എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചും ഒക്കെ ആൾക്കാർ ജീവിക്കുന്നതെന്നറിയാമോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വടാപ്പാവെന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. അതായത് നമ്മളെ വടയെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വടയുണ്ടാക്കും. എന്നിട്ട് അത് പാവെന്ന് പറയുന്നത് നമ്മുടെ ബണ്ണ്, അത് അതിനകത്ത് വെച്ചിട്ട് കഴിക്കും. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ വിശക്കത്തില്ല, അതിന് വില കുറവാണ്. അതായത് ഇങ്ങനെയുള്ള ജോലിക്കാരുടെയൊക്കെ ഭക്ഷണം അതാണെന്നാണ് പറയുന്നത്. എല്ലാവരും പറയും ഒരു 2 വടാപ്പാവ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഫുള്ളൊന്നും കഴിക്കണ്ട, കൂടെ വെള്ളം കുടിച്ചാൽ മതിയെന്ന്. കാരണം ഇങ്ങനെയൊക്കെ വളരെ തുച്ഛമായ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ള ആഹാരമൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. വയറും നിറയും. നോക്കൂ, ഒരാൾ തല ചുമടായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ടോ, ഉന്തുവണ്ടിയിലെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ എറണാകുളം, കൊച്ചി അവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കോഴിക്കോടൊക്കെ ഈ ഹോൾസെയിൽ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ആൾക്കാർ സാധനം കൊണ്ടുവന്നതാണ്. അങ്ങനെ നമ്മളെത്തി മുംബൈ CST, അതായത് മെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ കാണുന്നതാണ് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഇതാണ് മുംബൈ CST. പല സിനിമകളിലും നമ്മൾ ഈ സ്ഥലം വളരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കും ഈ സ്ഥലം. എത്ര തലയെടുപ്പോട് കൂടിയാണ് ഈ സ്റ്റേഷൻ നിൽക്കുന്നത്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഫീലാണ്. നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നത്തില്ല, ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും. രാത്രിയിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആൾക്കാർ ഇത് രാത്രിയിൽ ഇതിൻ്റെ വ്യൂ കാണാനായിട്ട് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ നിൽക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിന് ഒരു സ്ഥലം തന്നെ ഉണ്ട്, ഉയർത്തി കെട്ടിയിട്ടുണ്ട്. ആൾക്കാർക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു സ്ഥലം ഇങ്ങനെ ഉയർത്തി കെട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ദിലീപിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് മൈ ബോസ് എന്നുള്ള സിനിമയിലൊക്കെ ഈ ഒരു സ്ഥലമൊക്കെ വളരെ നന്നായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. വളരെ നമുക്ക് ഒട്ടും ബോറടിക്കാത്ത ഒരു കാഴ്ചയായത്. ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കിയോണ്ട് ഇങ്ങനെ നിൽക്കാൻ തോന്നും. കാണുന്നതാണ് CST സ്റ്റേഷൻ, മുംബൈയിലെ മെയിൻ സ്റ്റേഷൻ. ഇല്ലടാ, ഞാനതിപ്പോൾ എടുത്തു നല്ലതുപോലെ. വണ്ടിയിൽ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് എൻ്റെ സംസാരം കേൾക്കാതെ ഞാൻ പറയുന്നത് ഭയങ്കര ശക്തമായിട്ടുള്ള ചൂടെന്ന് പറയുമായിരുന്നു. സഹിക്കാൻ പറ്റാത്ത ചൂട്. വിൻഡോ അങ്ങോട്ട് തുറക്കാനേ പറ്റത്തില്ല. വണ്ടിയുടെ ഗ്ലാസ് അങ്ങോട്ട് താഴ്ത്തി കളയുമ്പോഴേ ചൂട് കാറ്റായിരിക്കും അടിച്ചു കയറുന്നത്, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ നമ്മുടെ മുംബൈയിലെ ട്രാവലിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ലോണാവാല തൊട്ട് മുംബൈ വരെ വന്ന വഴിയോര കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ചൂടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. പാട്ടിട്ടേക്കുന്നതുകൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തത്. വണ്ടിയിൽ നല്ല അടിപൊളി പാട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് മുംബൈയിലെ വഴിയോര കാഴ്ചകളെല്ലാം കണ്ട് നമ്മളങ്ങനെ ലോണാവാല തൊട്ട് മുംബൈ വരെ എത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാലോ? ഇനിയിപ്പോൾ ആരെയും ഞാൻ കുറേ കൂടെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.